ഹലോ, ഇന്നിതാ മറ്റൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇഫ്താറിനും അല്ലാതെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇഫ്താറിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കടക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ചേർക്കുന്നത് വേവിച്ച ക്യാരറ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ചേർക്കുന്നില്ല, നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് പഞ്ചസാരയും ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ട് അത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് പാലൊന്ന് ചൂടാക്കി എടുക്കണം. പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡിൻ്റെ ആ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കസ്റ്റർഡ് പൗഡറൊക്കെ നന്നായിട്ട് കുക്കായി ഒരുവിധം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരുപാട് അങ്ങ് തിളപ്പിച്ച് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ക്യാരറ്റൊക്കെ ഒന്ന് വേവിച്ചിട്ടാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഒന്ന് തിള വരുന്ന സമയത്ത് അതുവരെ മതി, അത്ര ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് തിളച്ച് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ ചൂടിൽ കിടന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. നമുക്കത് കുടിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി മറ്റൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഒരു 1/4 കപ്പ് സാബൂദന എന്നൊക്കെ പറയും, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളെടുക്കുന്നത് വലിയ സാബൂദനയാണെങ്കിൽ അതൊന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നൊരു സാബൂനരിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇത് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച സാബൂനരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ബദാം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അതല്ല ആപ്പിൾ ചേർത്ത് കൊടുക്കാം, അനാറ് ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതല്ല കസ്റ്റർഡ് പൗഡർ വാനിലേൻ്റെ ഫ്ലേവർ ആണെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിനൊക്കെ നമുക്ക് ജ്യൂസിൻ്റെ പകരമായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്